നാളെ ബഹുമാനപ്പെട്ട ഡീക്കൻ ജിനോയി ധരിക്കാനുള്ള കാപ്പയും തിരുവസ്ത്രങ്ങളുടെയും ഒക്കെ വെഞ്ചരിപ്പ് കർമ്മമാണ്. അത് നമുക്ക് ഇപ്പോൾ നിർവഹിക്കുകയാണ്. ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ജിനോയി ബ്രദറിന്റെ ഡീക്കന്റെ പ്രൊവിൻഷ്യൽ അച്ഛനും കൗൺസിലേഴ്സും ഒക്കെയാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുക. പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട വൈദികരെ ഏറെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് ഉണ്ട്, ബന്ധുക്കളായ സിസ്റ്റേഴ്സ് ഉണ്ട്, ഈ കുടുംബാംഗങ്ങളുടെ ബന്ധുമിത്രാദികളൊക്കെ ഉണ്ട്. നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. ഈ പ്രാർത്ഥനാ ശുശ്രൂഷയെ നമുക്ക് ഭക്തിപൂർവ്വം പങ്കുകൊള്ളാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പ്രൊവിൻഷ്യൽ അച്ഛൻ്റെ വാക്കുകൾ പറയുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഒത്തിരി സന്തോഷത്തോടു കൂടിയാണ് ഇന്ന് ഈ സായാഹ്നത്തില് നിങ്ങളോട് കൂടി ഇവിടെ ആയിരിക്കുക. നാളെ നടക്കാനിരിക്കുന്ന തിരുപ്പെട്ട ദാന ശുശ്രൂഷയില് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥനാപൂർവം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന സമയങ്ങളാണ്. നാളെ സമയമാകുമ്പോഴേക്കും വൈദികനായിട്ട് ജിനോയി അച്ഛൻ വീട്ടിലേക്ക് എത്താനുള്ള സമയമാണ്. നമുക്ക് പ്രത്യേകമായിട്ട് നന്ദിയോടുകൂടി ആയിരിക്കേണ്ട സമയമാണിത്. ഈശോയുടെ സന്യാസ പൗരോഹിത്യത്തിലേക്കുള്ള വിളി സ്വീകരിച്ച് കഴിഞ്ഞ 15 വർഷങ്ങളായിട്ട് ഈ തിരുപ്പെട്ട സ്വീകരണത്തിന് വേണ്ടിയിട്ട് ജിനോയും മാതാപിതാക്കളും കുടുംബാംഗങ്ങളും അവരോട് ബന്ധപ്പെട്ട ധാരാളം പേര് പ്രാർത്ഥിച്ച് ഒരുങ്ങിയിരിക്കുന്ന ഈ ചടങ്ങ് ഏറ്റവും ഭംഗിയായിട്ട് ഏറ്റവും ഭക്തിയായിട്ട് നടക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കറിയാവുന്നതുപോലെ ജിനോയ് ശമാശൻ നല്ല തീക്ഷ്ണതയുള്ള മിടുക്കനായിട്ടുള്ള ശമാശനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വൈദിക ജീവിതവും തീർച്ചയായിട്ടും ധാരാളം ഫലം പുറപ്പെടുവിക്കുന്ന നമുക്ക് ഉറപ്പുണ്ട്. ഇന്നലെ നമ്മൾ ആരംഭിച്ചിരിക്കുന്നത് ജൂബിലി വർഷമാണ്, 2025 ജൂബിലി. ജൂബിലിക്ക് വേണ്ടിയിട്ട് തിരുസഭ നമുക്ക് നൽകിയിട്ടുള്ള ആപ്തവാക്യം പ്രത്യാശയുടെ തീർത്ഥാടകരാകാൻ വേണ്ടിയിട്ടാണ്. പ്രത്യാശ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നതാണെന്നുണ്ടെങ്കിലും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമുക്ക് കൈവിട്ടു പോകാൻ സാധ്യതയുള്ള ഒന്നാണ്. ജിനോയ് ശമാശൻ CMI സന്യാസ സമൂഹത്തില് വൈദികപട്ടം സ്വീകരിച്ച് അദ്ദേഹത്തിന്റെ അനുപാലന പ്രവർത്തനങ്ങൾക്കായി ഇറങ്ങി പുറപ്പെടുന്ന അവസരത്തില് നമ്മുടെ പ്രാർത്ഥന ജിനോയ് ശമാശന്റെ ജീവിതത്തില് ഈ പ്രത്യാശ ധാരാളമായിട്ടുണ്ടാകാനും അദ്ദേഹം വൈദികനായിട്ട് ഇടപെടുന്ന എല്ലാ സ്ഥലങ്ങളിലും സാഹചര്യങ്ങളിലും ബന്ധപ്പെടുന്ന വ്യക്തികളിലും ഈ പ്രത്യാശ ധാരാളമായിട്ട് പകർന്നു കൊടുക്കുവാനും ഇടവരട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ പ്രത്യാശയുടെ ഉറവിടം അല്ലെങ്കിൽ നമ്മൾ കാണുന്ന പ്രത്യാശ കർത്താവ് തന്നെയാണ്. കർത്താവിന്റെ ആ പ്രത്യാശയുടെ പ്രതിപുരുഷനായിട്ടാണ് ജിനോയ് ശമാശൻ സമൂഹത്തില് നാളെ എടുത്തു വയ്ക്കപ്പെടുക. നമ്മുടെ പിതാവിന്റെ കയ്യൊപ്പ് ശുശ്രൂഷ വഴിയായിട്ട് അദ്ദേഹം വൈദികനായിട്ട് ഉയർത്തപ്പെടുക. അദ്ദേഹത്തിന്റെ വൈദിക സമർപ്പണ ജീവിതം മുഴുവനും എന്നും ധാരാളം കൃപയുള്ളതായി തീരാനായിട്ട്, ആ കൃപ ആയിരിക്കുന്ന സാഹചര്യങ്ങളിലെല്ലാം എല്ലാവർക്കും പങ്കുവെച്ചു കൊടുക്കാനായിട്ട് നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 10-ാം വാക്യത്തിൽ വായിക്കുന്നത് പോലെ മറ്റുള്ളവർക്ക് ജീവൻ കൊടുക്കാനും അവർക്കത് സമൃദ്ധമായിട്ട് കൊടുക്കാനും ജിനോയച്ചന്റെ സന്യാസ പൗരോഹിത്യ ജീവിതം കാരണമാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ധാരാളം ദൈവാനുഗ്രഹം നമ്മുടെ ഇടവകയിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വളരെ പ്രത്യേകമായിട്ട് നാളെ നടക്കാനിരിക്കുന്ന ഈ കർമ്മത്തിന് വേണ്ടിയിട്ട് ഏതാനും ആഴ്ചകളായിട്ട് കഠിനാധ്വാനം ചെയ്യുന്ന വികാരിയച്ഛനെയും കൊച്ചച്ഛനെയും അവരോട് ചേർന്ന് പ്രവർത്തിക്കുന്ന കൈക്കാരന്മാരെയും മറ്റ് ഇടവക ഭാരവാഹികളെയെല്ലാം ഒത്തിരി നന്ദിയോടുകൂടെ ഞങ്ങൾ പ്രേക്ഷിത പ്രവേശനം അനുസ്മരിക്കുന്നു. എളുപ്പമല്ല, പ്രത്യേകിച്ചും തിരുപ്പെട്ട സ്വീകരണ ശുശ്രൂഷയും ഇടവകയുടെ നവതി ആഘോഷങ്ങൾ ഒന്നിച്ചാണ്. അതുകൊണ്ട് നാട് മുഴുവനും ഈ ആഘോഷത്തിന് വേണ്ടി ഒരുങ്ങിയിട്ടുണ്ട്. നമുക്കറിയാം, എല്ലാ കർമ്മങ്ങളും ഭക്തിപുരസരം നടക്കാനും ഈ ആഘോഷങ്ങളെല്ലാം ഇടവകയുടെ നവീകരണത്തിന് വേണ്ടി ഇടയാക്കാനും നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. എല്ലാവരെയും പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കൃപ നമ്മുടെ എല്ലാവരിലും ഉണ്ടാകട്ടെ. പ്രത്യേകിച്ചും കൊല്ലക്കാരൻ കുടുംബത്തിലും ചൗക്ക ഇടവകയിലും നിറഞ്ഞു നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഇന്നത്തെ ക്രിസ്മസ് ആഘോഷത്തിന്റെ സന്തോഷം ഒരിക്കൽ കൂടെ നേർന്നുകൊണ്ട് നിർത്തുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി.
ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടിയ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. ആചാര്യന്മാർക്ക് വേണ്ടി പ്രത്യേക വസ്ത്രങ്ങൾ നിർമ്മിക്കണമെന്ന് മോശയോട് കൽപ്പിച്ച ദൈവമേ, തിരുക്കർമ്മങ്ങൾക്ക് ഉപയോഗിക്കുവാനുള്ള ഈ തിരുവസ്ത്രങ്ങൾ ആശീർവദിച്ച് വിശുദ്ധീകരിക്കണമേ. നിർമ്മല ഹൃദയത്തോടും പരിശുദ്ധ മനസാക്ഷിയോടും കൂടെ ഇവ ധരിക്കുവാനും യോഗ്യമായ വിധത്തിൽ അങ്ങയുടെ സന്നിധിയിൽ വ്യാപരിക്കുവാനും ജനോയ സിംഹാസനെ അങ്ങ് അനുഗ്രഹിക്കണമേ. ലോകചിന്തയിൽ നിന്ന് ഉയർന്ന സ്വർഗീയ ജീവിതം നയിക്കുവാൻ ഇവ ജനോയച്ചന് പ്രചോദനം നൽകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സ്നേഹമുള്ളവരെ, പുരോഹിതൻ അണിയുന്ന തിരുവസ്ത്രങ്ങൾ എന്ന് പറയുന്നത് കാപ്പയാണ്, അതുപോലെ തന്നെ കൊത്തീന, പിന്നെ പൊറാല, സൂനാറ തുടങ്ങിയ തിരുവസ്ത്രങ്ങളാണ്. നമ്മുടെ കൊത്തീന എന്ന് പറയുന്നത് കാപ്പ, നമ്മുടെ ഉടുപ്പിൻ്റെ അച്ഛന്മാർ ധരിക്കുന്ന ഉടുപ്പിൻ്റെ നേരെ ഇടുന്ന തിരുവസ്ത്രമാണ്. അത് പരിശുദ്ധിയെ സൂചിപ്പിക്കുന്നു. കഴുത്തിലൂടെ എടുക്കുന്ന നീളത്തിലുള്ള അതിനെ ഖുറാന എന്ന് പറയുന്നു. അത് ശുശ്രൂഷയുടെ പ്രതീകമാണ്. അരക്കെട്ട് അത് ശുദ്ധതയുടെ പ്രതീകമാണ്. ഏറ്റവും മുകളിൽ അണിയുന്ന കാപ്പ അല്ലെങ്കിൽ പൈന എന്ന് പറയുന്നത് നീതിയുടെ തിരുവസ്ത്രമാണ്. അതുപോലെ തന്നെ കാസ പിലാസ്യം ഇവിടെ ആശീർവദിക്കുന്നു. അതോടൊപ്പമുള്ള കെത്താന എന്ന് പറയുന്നത് അത് കാസയുടെ മേലെ വയ്ക്കുന്ന അത് കല്ലറയിൽ മൂടപ്പെട്ട കല്ലിൻ്റെ പ്രതീകമാണ്. അതോടൊപ്പം തന്നെ അത് മൂടി വയ്ക്കുന്ന എല്ലാം അപ്പവും വീഞ്ഞും ഒക്കെ ഒഴിച്ച ശേഷം മൂടി വയ്ക്കുന്നത് ശോശപ്പ, അതും വെഞ്ചിരിക്കുകയാണ്. ഇപ്പോൾ അത് കർത്താവിനെ അണിയിച്ച തിരുക്കച്ചയുടെ പ്രതീകമാണ്. അതുപോലെ തന്നെ കാസ്യയും പിലാസ്യയുമാണ്. അതിലാണ് കാസ്യയിലാണ് വീഞ്ഞ് ഒഴിച്ച് കർത്താവിന് രക്തമായി മാറുന്നത്. പിലാസ്യയാണ്, അതിലാണ് ഗോതമ്പപ്പം വെച്ച് അത് കർത്താവിൻ്റെ തിരുശരീരമായിട്ട് മാറുന്നത്. നമുക്ക് പ്രത്യേകമായിട്ട് ഇനി അടുത്തതായിട്ട് തിരുപാത്രങ്ങൾ കാസ്യയും പിലാസ്യയും ഇപ്പോൾ വെച്ചിരിക്കുന്നു. ദേവാലയത്തിൽ ഉപയോഗത്തിലുള്ള തിരുപാത്രങ്ങൾ വിലയേറിയ സ്വർണം കൊണ്ട് നിർമ്മിക്കണമെന്ന് പൂർവികന്മാരോട് കൽപ്പിച്ച ദൈവമേ, അങ്ങേ തിരുക്കുമാരുടെ തിരുശരീര രക്തങ്ങൾ സൂക്ഷിക്കുവാനുള്ള ഈ കാസായും പിലാസായും അങ്ങ് ആശീർവദിച്ച് വിശുദ്ധീകരിക്കണമേ. ഇത് കൈകാര്യം ചെയ്യുന്നവരെയും പ്രത്യേകമായി ജനോയ് സിംഹാസനെയും ഇത് ഉപയോഗിച്ചുകൊണ്ടുള്ള കർമ്മങ്ങളിൽ പങ്കെടുക്കുന്ന ഞങ്ങൾ എല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. അടുത്തതായിട്ട് നാളെ വിതരണം ചെയ്യുന്ന മെമൻറ്റോ കാർഡ്, അതുപോലെ തന്നെ ഒരു കീ ചെയിനും കൂടിയിട്ടാണ് നാളെ കൊടുക്കുന്നത്. അത് ഇപ്പോൾ അഞ്ചിരിക്കുകയാണ്. കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്തുതിക്കും വിശുദ്ധരുടെ ബഹുമാനത്തിനുമായി ഞങ്ങൾ ധരിക്കുന്ന ഈ മെഡൽ ആശീർവദിക്കണമേ. ആപത്തുകളിൽ ഈ വിശുദ്ധന്റെ മധ്യസ്ഥം ഞങ്ങൾക്ക് അഭയമായിരിക്കട്ടെ. അങ്ങയുടെ പ്രമാണം അനുസരിച്ച് പരിപൂർണത പ്രാപിക്കുവാനും വിശുദ്ധരെ അനുകരിച്ച് മാതൃകാപരമായി ജീവിക്കുവാനും ഇത് ഞങ്ങളെ സഹായിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ജിനോയിച്ചൻ്റെ പട്ടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കാരുണ്യ പ്രവർത്തനം ചെയ്യുന്നുണ്ട് എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഒരു വീട് സ്ഥലം വാങ്ങി അത് പണിയിച്ച് കൊടുക്കുകയാണ്. അതിൻ്റെ താക്കോല് ഇപ്പോൾ പ്രൊവിൻഷ്യാളച്ചൻ വെച്ചിരിക്കുന്നതാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, ഞങ്ങൾ എല്ലാവരെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു.
ഏറ്റവും പ്രത്യേകമായി നാളെ അങ്ങയുടെ പ്രത്യേകമായിട്ടുള്ള കൃപയിൽ തിരുപ്പെട്ട സ്വീകരണത്തിലൂടെ അങ്ങയുടെ പ്രതിപുരുഷനായ വൈദികനായി വരുത്തപ്പെടുന്ന ഈ കുടുംബത്തിൽ നിന്നുള്ള മകനെ ജിനോയ് ശിമാസിന് പ്രത്യേകമായിട്ട് അങ്ങയുടെ തിരുസന്നിധിയിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപ ജിനോയ് ശിമാസിന്റെ മേലുണ്ടാകട്ടെ. അങ്ങയുടെ പ്രതിപുരുഷനായി ഞങ്ങളുടെ സമൂഹത്തിൽ ഉദാശകൾ പരികർമ്മം ചെയ്ത് സ്വയം വിശുദ്ധീകരിച്ച് എല്ലാവർക്കുമായി പങ്കുവച്ച് കൊടുക്കുമ്പോൾ ജിനോയ് ശിമാസിന്റെ ജീവിതം വഴിയായിട്ട് അങ്ങയുടെ കരുണ മറ്റുള്ളവർക്ക് അനുഭവവേദ്യമാകുവാൻ ഇടയാകട്ടെ എന്ന് ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരുണയുടെ ഒരു പ്രതീകമായിട്ട് നാളെ നടക്കുന്ന ഈ തിരുപ്പെട്ട ശുശ്രൂഷയുടെ ഓർമ്മയ്ക്കായി പ്രത്യേകമായിട്ട് ഈ കുടുംബം ഒരുക്കിയിരിക്കുന്ന ഭവനത്തെ അങ്ങ് ആശീർവദിക്കണമേ. ആ ഭവനം സ്വീകരിച്ച് അവിടെ വസിക്കുവാനുള്ള കുടുംബാംഗങ്ങളെ അങ്ങ് ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. ആ ഭവനത്തെ അങ്ങ് ആശീർവദിച്ച് അങ്ങയുടെ കൃപ എന്നും അവിടെ വസിക്കുവാൻ ഇടയാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. എല്ലാവർക്കും ഒരു ആശീർവാദം നൽകുന്നതാണ്. നമ്മുടെ കർത്താവേ ശോഭശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥ്യവും നാം എല്ലാവരോടും പ്രത്യേകമായി ജിനോയ് ശിമാസിനോടും അദ്ദേഹത്തിന്റെ മാതാപിതാക്കളോടും ഇന്നിവിടെ കൂടിയിരിക്കുന്ന എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സ്നേഹമുള്ളവരെ, നമ്മോട് ഈ ആശീർവാദ കർമ്മം നടത്തിയത് പ്രേക്ഷിത പ്രൊവിൻസിന്റെ CMI പ്രേക്ഷിത പ്രൊവിൻസിന്റെ കോയമ്പത്തൂർ ആസ്ഥാനമായ പ്രൊവിൻസിന്റെ പ്രൊവിൻഷ്യാളച്ചനാണ്. അതായത് നമ്മുടെ ജിനോയ് ഡീക്കന്റെ പ്രൊവിൻഷ്യാളച്ചൻ. പ്രത്യേകം അച്ഛൻ നന്ദി പറയുന്നു. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട വൈദികരൊന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ട് കഴിഞ്ഞാൽ നന്നായിരിക്കും. ഇത് വിൽസൺ ചെക്കിയത്തച്ഛൻ, ഞങ്ങളുടെ മിക്ക പ്രൊവിൻസില് അദ്ദേഹം ഈ രൂപതക്കാരനാണ്. മേലടൂരാണ് വീട്. എൻ്റെ വീട് മേലടൂരാണ്. ജോൺസൺ വലിയകുളത്തിലച്ഛൻ, അദ്ദേഹം ജിനോയ് ശിമാസിന്റെ നോവീസ് മാസ്റ്റർ ആയിരുന്നു. ഗുരുവച്ചൻ എന്ന വീട്ടുകാരും ജിനോയും വിളിക്കുന്ന ഒരാളാണ്. അദ്ദേഹം ബാംഗ്ലൂർ ഞങ്ങൾക്കുള്ള വിദ്യാഭ്യാസ ആശ്രമത്തിന്റെ ഡയറക്ടറാണ്. ഡാനി കോക്കാടനച്ചൻ ഞങ്ങളുടെ പ്രൊവിൻഷ്യൽ ഹൗസിലെ ഒരു സ്കൂളുണ്ട്, ആ സ്കൂളിലെ പ്രിൻസിപ്പലാണ്. അത് കൂടാതെ നാളെ നടക്കാനുള്ള കർമ്മങ്ങളുടെ MC ആണ്. ഡാനിയച്ചൻ എല്ലാ ആശംസകളും നേരുന്നു. അദ്ദേഹത്തിന്റെ വീട് കോട്ടയിലാണ്. ആൻസൺ കൊല്ലൂക്കാരനച്ചൻ വീണ്ടും പ്രൊവിൻഷ്യൽ ഹൗസിലെ മെമ്പറാണ്. സ്കൂളിന്റെ ബർസാറാണ്. MC ആയിരിക്കുന്ന ഡാനിയച്ചനെ സഹായിക്കാൻ വേണ്ടി നാളെ ഉണ്ടാകും. അതുകൂടാതെ ഇവിടെ പ്രതാപച്ചനുണ്ട്, ഞങ്ങളുടെ പ്രൊവിൻഷ്യൽ ഹൗസിലെ മെമ്പർ തന്നെയാണ്. പ്രൊവിൻഷ്യൽ ഹൗസിലെ സെക്രട്ടറിയാണ്. അതുകൂടാതെ ഡാനിയച്ചന്റെ കൂടെ ഇടവും വലം കൈയായിട്ട് നാളെ പള്ളിയിൽ എല്ലാ സഹായത്തിനും ഉണ്ടാകും അദ്ദേഹം. സെബിൻ ഞങ്ങളുടെ വൊക്കേഷൻ പ്രൊമോട്ടറാണ്. ഇവിടെ തൊട്ടടുത്തുള്ള മണ്ണുത്തിയിൽ ഞങ്ങളുടെ ഹൗസിലുണ്ട്. അദ്ദേഹം പരിഹാരത്തിൽ നേരത്തെ ക്വസ്റ്റ്യനായിരുന്നു. ധാരാളം സ്ഥലങ്ങൾ ഓടി നടന്ന് ഞങ്ങൾക്ക് ജിനോയ് ശിമാസിനെ പോലെ നല്ല പുതിയ ശിമാസന്മാരെ കണ്ടെത്താൻ വേണ്ടി ഓടി നടക്കുന്നതാണ്. ഈ ഓടി നടക്കുന്നത് നിങ്ങളുടെ കുടുംബങ്ങളിലാണ് അവരുള്ളത് എന്നുള്ളത് നിങ്ങൾ എല്ലാവരും ഓർമ്മിപ്പിക്കുന്നു. നല്ല മക്കളുണ്ടെന്നുണ്ടെങ്കിൽ സന്യാസ വൈദിക സ്വീകരിച്ച് ഞങ്ങളുടെ സമൂഹത്തിലേക്ക് വരാൻ സന്നദ്ധരായിട്ടുള്ളവരുണ്ടെങ്കിൽ സെബിനച്ഛൻ അറിയിക്കണമെന്ന് ഇന്ന് വൈകുന്നേരം എല്ലാവരും പ്രത്യേകമായിട്ട് അപേക്ഷിക്കുന്നു. ഇത് ഞങ്ങളുടെ ഷമാശൻ ലിൻഡോ ഇവിടെ മണ്ണുത്തിയിലുള്ള ഹൗസിനെ ഞങ്ങൾക്ക് കുറച്ച് പ്രായമായ അസുഖമുള്ള അച്ഛന്മാരുണ്ട്. അവരെയൊക്കെ ശുശ്രൂഷിക്കാൻ വേണ്ടി പ്രത്യേകമായിട്ട് ഒരു വർഷം ഇവിടെ ഉള്ളയാളാണ്. അടുത്ത വർഷം തിയോളജി ആരംഭിക്കും. നമ്മുടെ ജിനോയുടെ ഇടവകയിൽ പിൻഗാമികളൊന്ന് പരിചയപ്പെടാം. നമ്മുടെ റിജോ മാഞ്ഞൂരാൻ, ഡീക്കൻ റിജോ മാഞ്ഞൂരാൻ പ്രത്യേകമായിട്ട് അടുത്ത വർഷം പട്ടം സ്വീകരിക്കാനുള്ള വ്യക്തിയാണ് നമ്മുടെ. നമുക്കൊന്ന് കൈയടിക്കാം. ഈ ഞായറാഴ്ചയാണ് ഡീക്കനായത്. ഞായറാഴ്ച തൊട്ട് അടുത്ത പിൻഗാമി അടുത്ത പട്ടം സ്വീകരിക്കാനാണ് മാനുവേൽ. ഡോൺ ബോസ്കോ സഭയില് പട്ടം സ്വീകരിക്കാനുള്ള വ്യക്തിയാണ്. ഉടുപ്പ് കിട്ടിയിട്ടില്ല, പിച്ച വെച്ച് നടക്കത്ത് കൊടുക്കുന്നു. പിന്നെ നമ്മുടെ അമ്മൻ ബ്രദറിനെ നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾക്ക് ഹൊസൂർ രൂപതയ്ക്ക് വേണ്ടിയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡിഗ്രി പൂർത്തിയാക്കുന്നു. വരുന്ന വർഷം ഫിലോസഫിയിലേക്ക് കയറും. പിന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട കുടുംബാംഗങ്ങളായ സിസ്റ്റേഴ്സ് 3 പേരുണ്ട് ഇവിടെ. ജോയി ചേട്ടന്റെ അമ്മയുടെ ആംഗ്ലയുടെ മക്കള് അല്ലെ. പിന്നെ നമ്മുടെ കോൺവെന്റ് സിസ്റ്റേഴ്സ്,
ഈ സിസ്റ്ററിനെ എനിക്ക് അറിയാം, പുല്ലോക്കാരൻ ഫാമിലിയിൽപ്പെട്ടതാണ്. പിന്നെ സിസ്റ്റർ ജിത്തിയാണ്, പിന്നെ കൊച്ചച്ഛനെയും വലിയച്ഛനെയൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നുന്നു. ഓക്കെ. തിരുപ്പട്ടത്തിന്റെ ഓർമ്മയ്ക്കായിട്ട് ഒരുക്കിയിരിക്കുന്ന ഭവനത്തിന്റെ താക്കോല് വികാരിച്ചതും മാതാപിതാക്കളും കൂടെ കൈമാറുന്നു.